കുംഭമാസത്തിലെ അശ്വതി നാളാണ് പൂന്താന ദിനമായി ആചരിക്കപ്പെടുന്നത്. മലയാള സാഹിത്യത്തിനും സംസ്കൃതിക്കും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ഭക്തകവി പൂന്താനത്തിന്റെ ദീപ്തമായ സ്മരണകൾ ഉണരുന്ന ദിനം. പി ലീലയുടെ ശബ്ദത്തിലെ ജ്ഞാനപ്പാന ഗുരുവായൂരപ്പന് മാത്രമല്ല, ഓരോ മലയാളിക്കും ഗ്രഹാതുരത്വമാണ്. ആ ജ്ഞാനപ്പാനയിലെ ഓരോ വരികളും അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും പ്രസക്തി ആർജിക്കുന്നു. ഗഹനമായ ദർശനങ്ങൾ സാധാരണ മലയാളത്തിൽ എഴുതിയ ഒരു മഹത് കൃതിയാണ് ജ്ഞാനപ്പാന. മനുഷ്യ മനസ്സിനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഏതോ പ്രഗത്ഭ ശാസ്ത്രജ്ഞൻ എഴുതിയവയാണ് ആ വരികളെന്ന് അതിന്റെ ഓരോ വായനയിലും തോന്നും. എന്നാൽ പരമഭക്തനും സാത്വികനുമായ ഒരു പാവം സാധു തന്റെ കുഞ്ഞു മരണപ്പെട്ട തീവ്ര ദുഃഖത്തിൽ എഴുതിയ കാവ്യമാണ് ജ്ഞാനപ്പാന. ഓമനിച്ചു വളർത്തിയ ഉണ്ണി ഇല്ലാതെയായി എന്ന ദുഃഖമാണ് പൂന്താനം നമ്പൂതിരിയെ മനുഷ്യ ജീവിതത്തിന്റെ വിഹ്വലതകളെയും നിഷ്ഫലതയെയും കുറിച്ച് ഇത്രയും ആഴത്തിൽ എഴുതാൻ പ്രേരിപ്പിച്ചത്. ഇന്നും ആ വരികൾ വ്യാപകമായി വായിക്കപ്പെടുകയും ആലപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെ തിരിച്ചറിയാം പൂന്താനം തിരുമേനിയുടെ കവിത്വവും കവിതയുടെ മഹത്വവും. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും എന്ന ജ്ഞാനപ്പാനയിലെ വരികൾ പ്രകാരം അതാണ് അദ്ദേഹത്തിന്റെ ജന്മനാളെന്ന് കണക്കാക്കുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് പൂന്താന ദിനം ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണന് കുചേലൻ എങ്ങനെയോ അങ്ങനെയാണ് ഗുരുവായൂരപ്പന് പൂന്താനം എന്നാണ് ഭക്തരുടെ വിശ്വാസം. മധ്യ കേരളത്തിലെ പഴയ വള്ളുവനാട് താലൂക്കിലെ നെന്മേനി അംശം കീഴാറ്റൂർ ദേശത്തിൽ പൂന്താനം ഇല്ലത്ത് 1547 പൂന്താനം നമ്പൂതിരി ജനിച്ചതെന്ന് ചരിത്രം പറയുന്നു. ഇന്നത്തെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള കീഴാറ്റൂർ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് പൂന്താനം ഇല്ലം. അദ്ദേഹം ഇല്ലപ്പേരിൽ അറിയപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ യഥാർത്ഥ പേര് വ്യക്തമല്ല. ദീർഘനാൾ നീണ്ടുനിന്ന അനപത്യ ദുഃഖത്തിനൊടുവിൽ ഓമനയായ ഒരു ഉണ്ണി പിറന്നപ്പോൾ ഇല്ലത്ത് സന്തോഷവും ശാന്തിയും കളിയാടുകയുണ്ടായി. എന്നാൽ അന്നപ്രാശന ദിനത്തിൽ ആ കുഞ്ഞ് മരിച്ചതോടെ പൂന്താനം തന്റെ ജീവിതം ഭഗവത് ചിന്തകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മക്കളായി മറ്റുണ്ണികൾ വേണ്ടെന്ന് വെക്കുമ്പോൾ ഭക്തിക്കൊപ്പം പിതൃഭാവവും തെളിഞ്ഞു ആ കവിതയിൽ. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ച അതേ കാലഘട്ടത്തിലാണ് പൂന്താനം ജ്ഞാനപ്പാനയും രചിച്ചതെന്ന് കരുതപ്പെടുന്നു. തന്റെ ജ്ഞാനപ്പാന വായിച്ചു വേണ്ട തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ മേൽപ്പത്തൂരിനെ സന്ദർശിച്ച പൂന്താനത്തെ സംസ്കൃതം പഠിച്ചിട്ട് എഴുതാൻ പറഞ്ഞ മേൽപ്പത്തൂർ അപമാനിച്ചു വിട്ടു. തുടർന്ന് രോഗബാധിതനായ മേൽപ്പത്തൂരിന് മുൻപിൽ ഒരു ബാലന്റെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനായി മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് അരുൾ ചെയ്യുകയും ചെയ്തു. നാരായണീയത്തെക്കാൾ ജ്ഞാനപ്പാനയാണ് ജനകീയവും പ്രചാരവും നേടിയത് എന്നതും ചരിത്ര സത്യം. മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുള്ള 2 മാമരകളിൽ, അതായത് വേദങ്ങളിൽ ഒന്നാണ് ജ്ഞാനപ്പാന എന്ന് പറയപ്പെടുന്നു. പൂന്താനം ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ഐതിഹ്യം. സ്വർഗത്തേക്ക് പോകുന്ന ദിവസം പൂന്താനത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്നും അദ്ദേഹം സദ്യയൊരുക്കി കാത്തിരുന്നുവെന്നും ഒടുവിൽ സ്വർണ്ണത്തേരിലേറി ആകാശത്തേക്ക് ഉയർന്നുപോയി എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ജ്ഞാനപ്പാനയ്ക്ക് പുറമെ ശ്രീകൃഷ്ണ കർണാമൃതം, സന്താനഗോപാലം, ഭാഷാകർണാമൃതം തുടങ്ങി 22ഓളം കൃതികളും പൂന്താനം രചിച്ചിട്ടുണ്ട്. വ്യാസമുനി രചിച്ച ഭാഗവതം വായിച്ചു പഠിച്ച് വലിയൊരു സംസ്കൃത പണ്ഡിതനായി തീർന്ന വ്യക്തിയാണ് പൂന്താനം എന്ന് പലർക്കും ഇന്നും അറിയില്ല. കാരണം അദ്ദേഹം എഴുതിയത് ശുദ്ധമായ മലയാളത്തിലാണ്, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ്. അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാന മലയാളത്തിലെ ഒരു വേദ പുസ്തകമാണ്.